വാർഡിലെ വോട്ടർമാർക്ക് പാമ്പ് ശല്യമേറിയതോടെ വനംവകുപ്പ് ഓഫീസുകളിൽ കയറിറങ്ങി മടുത്ത് അവസാനം പാമ്പ് പിടുത്തക്കാരനായി മാറിയൊരു പഞ്ചായത്ത് അംഗമുണ്ട് കോഴിക്കോട്. അത്തോളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ സന്ദീപ് ഇത്തവണ ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് ജനവിധി തേടുന്നത്. വോട്ട് പിടുത്തത്തിനൊപ്പം പാമ്പ് പിടുത്തവും തകൃതിയായി നടക്കുന്നുമുണ്ട്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ട് പിടുത്തത്തിന്റെ തിരക്കിനൊപ്പം മറ്റൊരു പിടുത്തം കൂടി നടത്തുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് നമുക്കൊപ്പമുള്ളത്. പാമ്പ് പിടുത്തമാണ്. ഈ ആളുകൾ പലയിടങ്ങളിൽ നിന്നായി വിളിക്കുമ്പോൾ ഓടി അതുകൂടി ചെയ്യേണ്ടി വരും. നമുക്ക് എന്തായാലും അദ്ദേഹത്തിന്റെ സന്ദീപിന്റെ വിശേഷങ്ങളിലേക്ക് തന്നെ പോകാം. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ? തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നല്ല ഇതിൽ തുടങ്ങിയിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് അത്തോളി ഡിവിഷനിലാണ് മത്സരിക്കുന്നത്. മുമ്പ് ഇവിടുത്തെ വൈസ് പ്രസിഡന്റാണ്, പഞ്ചായത്ത് അംഗമാണ്. അതെ, 2010 ഫസ്റ്റ് ജനപ്രതിനിധിയായി. പിന്നെ 2020 സമയത്താണ് വൈസ് പ്രസിഡന്റ് ആയി 2.5 വർഷം ഉണ്ടായിരുന്നു. പിന്നെ അതിനൊപ്പം ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഇപ്പൊ വോട്ട് പിടുത്തം മാത്രമല്ല നടത്തുന്നത്, ഈ ആളുകൾ പാമ്പ് പിടിക്കാനും കൂടെ വിളിക്കുന്നുണ്ട്. അതെ അതെ അതെ. അപ്പൊ ഞാൻ 2010 ജനപ്രതിയായി വന്ന സമയത്ത് നമ്മളെ വീടുകളിലൊക്കെ, വാർഡിന്റെ പരിധിയിൽപ്പെട്ട വീടുകളിലൊക്കെ ഇതേമാതിരി പാമ്പും അതേമാതിരി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം. അപ്പൊ നമ്മളത് ഫോറസ്റ്റിലേക്ക് അറിയിക്കുകയും ഫോറസ്റ്റിൽ നിന്ന് അവർ വരുന്നവരെ ചിലപ്പോൾ നമ്മളവിടെ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ അവർ തിരക്കിലാണ്, ചിലപ്പം നമുക്ക് മണിക്കൂറുകളോളം ആ വീട്ടിൽ നമ്മൾ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ അതിൽ നിന്നെങ്ങനെ നമുക്ക് ആളുകളെ സഹായിക്കാമെന്ന് ചിന്തയിലാണ് നമ്മളെ താമരശ്ശേരിയിൽ നിന്ന് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും ആ ട്രെയിനിങ് പങ്കെടുക്കുകയും ലൈസൻസ് ലഭിക്കുകയും ചെയ്തു. അപ്പം വാർഡിലെ വോട്ടർമാർക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയാണ് പാമ്പ് പിടുത്തം പഠിച്ചത്? അതെ അതെ, 100%. എന്നിട്ട് ഇത് പഠിച്ചുകൊണ്ട് ഒരു ഗുണമുണ്ടായ നാട്ടുകാർക്ക്? എത്രയോ ആള് ഇപ്പൊ അണ്ടിക്കോടാണെങ്കിലും ചീക്കിലോടും പിന്നെ ഉള്ളേരി വരെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വിളിക്കാറുണ്ട്. ഒരുപാട് പേർക്ക് സഹായം ചെയ്യുന്നുണ്ട്. ഒരു 100-400 പാമ്പുകളിപ്പം പിടിച്ചിട്ടുണ്ട്. ഈ ആളുകൾക്കൊരു വലിയ ഭയമാണല്ലേ, ഒരു പാമ്പ് ഒരു വീട്ടിൽ കയറി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മനസ്സമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. അതെ അതെ. നമ്മള് ചിലപ്പോ സ്ത്രീകൾ മാത്രമേ ഉണ്ടാവുള്ളൂ വീട്ടിൽ. ആണുങ്ങളൊക്കെ ജോലിക്ക് പോയ സമയത്തൊക്കെ ആണെങ്കിൽ അവർക്ക് ഭയങ്കര പേടിയായിരിക്കും. അത് ചിലപ്പം കുട്ടികൾ മാത്രമായിരിക്കും. ആ സമയത്തൊക്കെ നമുക്ക് ഒരു സഹായം അവർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ജനപ്രതിനിധിയെ സംബന്ധിച്ചോളം ഒരു വലിയൊരു കാര്യം തന്നെയായിട്ട് കാണുകയാണ്. അപ്പൊ ഈ ജനപ്രതിനിധികളാണ് ഏറ്റവും ബുദ്ധിമുട്ടുന്നത് ഈ പാമ്പിനെ കൊണ്ടല്ലേ? ആദ്യം പഞ്ചായത്ത് മെമ്പറെ ആയിരിക്കും വിളിക്കുക, എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങളാണ് വിളിക്കുക. അതെ അതെ, നമ്മുടെ വീട്ടിൽ എന്തുണ്ടെങ്കിലും നമ്മൾ ആദ്യം വിളിക്കുക മെമ്പറെ ആണല്ലോ. അതുപോലെ തന്നെയാണ് എല്ലാ മെമ്പർമാരുള്ള അവസ്ഥ. ഇപ്പം ബാക്കിയുള്ള മെമ്പർമാർക്കും ഞാനിത് ഈ രംഗത്തുള്ളതിനെ കൊണ്ട് ബാക്കിയുള്ള മെമ്പർമാർക്ക് ഒരു വളരെ സമാധാനം കിട്ടുന്നുണ്ട്. ഓരോ വാർഡുകളിലൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു വേഗം ബന്ധപ്പെടും, നമുക്ക് പോകാനും അവരെ സഹായിക്കാനും സാധിക്കുന്നുണ്ട്. ഈ പിടിച്ചെടുക്കുന്ന പാമ്പിനെ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ കക്കയത്തേക്ക് അറിയിക്കും, അല്ലെങ്കിൽ താമരശ്ശേരി അറിയിക്കും. അപ്പം കക്കയത്തേക്കൊക്കെ അറിയിച്ചാൽ അധികം പോലും ഇവിടെ വന്ന് കൊണ്ടുപോകും. അല്ലെങ്കിൽ നമ്മൾ ബാലുശ്ശേരിയൊക്കെ എത്തിച്ചു കൊടുത്താൽ കക്കയെന്ന് പോലും ബാലുശ്ശേരി വരെ വന്ന് കൊണ്ടുപോകും. പറ്റുന്ന സമയമാണെങ്കിലൊക്കെ പോലും ഇവിടെ വന്ന് കളക്ട് ചെയ്ത് പോലുണ്ട്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലും പാമ്പ് പിടുത്തത്തിന് പോകുന്നുണ്ട്, ആളുകൾ വിളിക്കാറുണ്ടോ? ഉണ്ട് വിളിക്കാറുണ്ട്. കയ്യിൽ തന്നെ സാധനം കരുതിയാ പോകും. അതെ അതെ തീർച്ചയായും. ഈ ഒരു പാമ്പ് പിടുത്തം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ആളുകൾക്ക് ഇങ്ങനെ സഹായം ചെയ്യുന്നുണ്ട്, ആളുകൾക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കുമല്ലേ ഈ ചെല്ലുമ്പോൾ ഒരു സ്വീകരണം എങ്ങനെയുണ്ട്? അതുണ്ട്. എല്ലാവർക്കും ഒരു പ്രാവശ്യം ഇവിടെ പോയാൽ പിന്നെ അവിടെ പോകുന്ന സമയത്തൊക്കെ ഒരു ഭയങ്കര ഒരു ഇതുണ്ടാവും. ഭയങ്കര ഒരു പേടി ഉണ്ടാകുന്ന ഒരു സാധനമാണല്ലോ പാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് അവര് ഒരു സഹായം കിട്ടുന്ന സമയത്ത് ഒരിക്കലും എപ്പോഴും അവരെ മനസ്സിലുണ്ടാവും. അതിന് ഈ കക്ഷിഭേദമൊന്നും കാണത്തില്ല, എല്ലാ പാർട്ടിക്കാരുടെ വീട്ടിൽ പിടിക്കാം. എല്ലാ പാർട്ടി ഇതില്ല. അല്ലെങ്കിൽ മെമ്പർ ആയി വന്നാൽ പിന്നെ രാഷ്ട്രീയ അല്ലല്ലോ. എല്ലാവരും മെമ്പർ, ഒരു വാർഡിലെ മെമ്പറായി തിരഞ്ഞെടുത്താൽ പിന്നെ അവർ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെയല്ല, എല്ലാവരും മെമ്പറായിട്ടല്ലേ നമ്മൾ കാണുക. അതുപോലെ തന്നെ ആളുകൾ കാണുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഇപ്പൊ ഈ സിറ്റിംഗ് ഡിവിഷനിൽ ആരാണ് ജയിച്ചു നിൽക്കുന്ന സ്ഥലമാണ്? ഇതിലിപ്പോ LDF ജയിച്ച ഒരു മണ്ഡലമാണ്. പറ്റും. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇതുപോലെയൊക്കെയാണ് രാഷ്ട്രീയ പ്രവർത്തകർ. കാരണം പഞ്ചായത്ത് അംഗമായിരിക്കുമ്പോൾ ഏറ്റവും അധികം വിളി വരുന്നത് ഒരുപക്ഷെ ഈ പാമ്പിന്റെ ശല്യം മൂലമാണ്. അങ്ങനെ അതിനുവേണ്ടി പാമ്പ് പിടുത്തം പഠിച്ച ഒരു ആൾ കൂടിയാണ്. എന്തായാലും ഇത്തവണ അത് ഈ ജനങ്ങളുമായുള്ള ഒരു ഇടപഴകൽ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷയും.